ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഒരു സൺഡേ കൊണ്ട് ഇവിടെ ആരുമില്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എല്ലാവരും വീട്ടിൽ പോയി. നീ എന്താടി എന്നെ മറന്നു? സോറി ഗൈസ്, ഞാൻ എന്നെ മറന്നുപോയി. ഹായ് പറ. ഹായ്. ഒറ്റയ്ക്കായോണ്ടാണോ അറിയത്തില്ല, ഞാൻ നേരത്തെ എണീറ്റു, അതായത് ഒരു 10:30. സിനിമകളിൽ പോലെ ഇവിടെയും പാണ്ടിലോറി കയറി ഇറങ്ങിയ പേസ്റ്റാണ് ഗൈസ് ഉള്ളത്. അതിൽ നിന്ന് ഞെക്കിപ്പിഴിഞ്ഞെടുത്ത് പല്ല് തേക്കാൻ പോയി. പല്ല് തേച്ചിട്ട് വന്നപ്പം എന്നാൽ പിന്നെ കുളിക്കാൻ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് കുളിച്ചിട്ട് വന്നു. അടുത്തത് ഞാനൊരു വലിയ ടാസ്കിലേക്ക് കൈയെടുത്ത് വെച്ചു. വേറൊന്നുമല്ല, എൻ്റെ മുടി ഒന്ന് ചെയ്ത് വൃത്തിയാക്കല. ഭയങ്കര പാടാണ്, അവേഴ്സ് ആൻഡ് അവേഴ്സ് വേണം ഗൈസ്. പിന്നെ ഞാൻ സെറം കൊണ്ട് ജീവിച്ച് പോന്നു. എൻ്റെ ഹെയർ അത്യാവശ്യം തിക്ക് ആൻഡ് ഡ്രൈ ആയതുകൊണ്ട് ഭയങ്കര പാടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. പിന്നെ ഞാൻ മുടിയൊക്കെ പിന്നിക്കെട്ടി സുന്ദരിയായി. പിന്നെ അല്ലറ ചില്ലറ തുണിയൊക്കെ മടക്കി വെട്ടിയിലാക്കി ബാഗിനകത്ത് കുത്തിക്കയറ്റി വെച്ച് അത് കഴിഞ്ഞു. ഇരിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾ കഴിക്കാൻ ഞാൻ എന്തോ ചിന്തിക്കുന്നു. വേറൊന്നുമില്ല, സമയം പോകാൻ വേണ്ടിയിട്ടാണ്. രാവിലത്തെ ഉച്ചക്കത്തെ ഫുഡ് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉച്ചയ്ക്കായപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് പോയി വെയിറ്റ് ചെയ്യണം. ചേട്ടൻ വന്ന് ഫുഡ് തന്നു. ഞാൻ റൂമിൽ വന്നു. രവിൽ മിൽക്കും പൊറോട്ടയും ചിക്കനും കോമ്പോ ഓഫറിൽ കിട്ടിയത് മേടിച്ച് കഴിച്ച് പിന്നെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. ഈവനിങ് ആയപ്പോഴേക്കും മെസ്സിൽ പോയി ഒരു കട്ടൻ ചായ അടിച്ച് മാറ്റി അത് കുടിച്ച് കുറച്ച് നേരം. വൈകിട്ടായി പോസ്റ്റ് അടിച്ചപ്പോഴത്തേക്ക് ഞാൻ റെഡിയായി, പ്രഗ്നൻ്റായി എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇറങ്ങി. ഞാനും ബാറും മുമ്പ് മേടിച്ച് വെച്ച കുറച്ച് സാധനം കൊടുക്കാമെന്നും കരുതി. അപ്പോഴേക്ക് ഹൃദയ കണ്ടു വഴി വെച്ചിട്ട്. ഇതാണ് നമ്മുടെ ക്യാമ്പസ്. കാടൊക്കെ ഉണ്ട് ഗൈസ്. ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ ഹോസ്റ്റലിൽ നിന്ന് നടന്ന് ഫ്രണ്ട് ഗേറ്റിലെത്തി. അവളുടെ ചെക്കൻ വിളിക്കാൻ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ ഏട്ടൻ തന്നെ വല്ലാണ്ട് പോസ്റ്റാക്കി. ഞാൻ പിന്നെ കുറച്ച് നേരം ഫ്രണ്ടിൽ കുത്തിയിരുന്നു. അപ്പോൾ എനിക്ക് കമീനെ കണ്ടു, ഹായൊക്കെ പറഞ്ഞു, കഥയൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പിക്കാൻ സായന്തേട്ടൻ വന്ന് സായന്തനോട് വണ്ടി കയറി അവരുടെ വീട്ടിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, കഥയൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു. ഞാൻ കഥ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഏട്ടൻ പറഞ്ഞ് മിക്കവാറും അവൾ കുളിക്കാൻ പോയേക്കുമായിരുന്നു. പിന്നെ കുറേ നേരം അവളോട് കഥയൊക്കെ പറഞ്ഞിരുന്നു. അവൾ തിന്നാൻ തന്നതൊക്കെ ഞാൻ പെറുക്കി കഴിച്ച്. പിന്നെ വാവ ചവിട്ടുകൊണ്ടൊന്ന് ട്രൈ ചെയ്യലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ട്രൈ പരാജയപ്പെട്ടതിന് ശേഷം അവൾ എനിക്ക് ചപ്പാത്തി ചുട്ടു തന്നു. ഞാനങ്ങനെ ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ അവളോട് ബായൊക്കെ പറഞ്ഞിറങ്ങി. ലേറ്റായല്ലോ. പിന്നെ ഏട്ടൻ കൊണ്ടാക്കി തിരിച്ച് ഹോസ്റ്റലിലെത്തി. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ബായ് എന്ന് നോക്കണം, അങ്ങോട്ട് സബ്സ്ക്രൈബ്